ശോഭയേറും മുഖം. ഓ ഈശോ, തേടുകയില്ലെനി തിരയുകയില്ലെനി മറ്റൊരു സ്നേഹം ഞാൻ. യേശു എന്ന് ജെറീക്കോയുടെ അടുത്തെത്തിയപ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ അവിടെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. നിലവിളിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും മിണ്ടായിരിക്കാൻ പറഞ്ഞു. പക്ഷെ എന്നാലും അയാൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ യേശുവിൻ്റെ അടുത്തെത്തി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കാഴ്ച വേണമെന്ന് പറഞ്ഞു. അയാൾ ഈ ലോകം കണ്ടിട്ടില്ല, ഈ ലോകത്തിൻ്റെ മനോഹരമായ വസ്തുക്കൾ കണ്ടിട്ടില്ല, എല്ലാം കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്നൊരു മനുഷ്യന് കാഴ്ച കിട്ടിയപ്പോൾ അയാൾ ആദ്യം കണ്ടത് എന്തായിരിക്കും? അയാൾ കണ്ടത് ഈ ഭൂമിയുടെ ഏറ്റവും മനോഹരമായ ക്രിസ്തുവിനെയാണ്. അത് അയാളെ വല്ലാണ്ടൊരു കാഴ്ചയിലേക്ക് നയിച്ചു. അയാളുടെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അയാളുടെ ഉള്ളിന് കാഴ്ച കിട്ടിയെന്ന് പറയുന്നതാണ്. കാര്യം അയാൾ കാഴ്ച കിട്ടിയിട്ട് അയാൾ എവിടെയും പോയില്ല. സുവിശേഷം പറഞ്ഞ് അവസാനിക്കുന്നത് അയാൾ യേശുവിൻ്റെ പിന്നാലെ പോയി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. കാര്യം അയാൾക്ക് ലഭിച്ച അത്ഭുതം കണ്ണിന് ലഭിച്ച അത്ഭുതമല്ല, ഹൃദയത്തിന് ലഭിച്ച അത്ഭുതമാണ്. അയാൾ കിട്ടിയ കാഴ്ച കണ്ണിനല്ല, മറിച്ച് ഹൃദയത്തിന് കിട്ടിയ കാഴ്ചയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ അയാൾ നടന്നു പോയി. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും കിട്ടേണ്ട അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ കാണേണ്ട കാഴ്ച എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ്? ഈ ഒരു ചോദ്യമാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്ര മനോഹരമായ കണ്ണുകൊണ്ട് നമ്മൾ എന്തുമാത്രം കാഴ്ചകൾ കാണുന്നു. എന്തെങ്കിലും ഒരിക്കൽ ആ ക്രിസ്തുവിനെ ഗൗരവത്തോടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ അന്ധനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ട കാഴ്ച ക്രിസ്തുവാണ്. ആ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അയാൾക്ക് ലഭിച്ചത് ഹൃദയത്തിൻ്റെ കാഴ്ചയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇനി ഉണ്ടാകേണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൻ്റെ കാഴ്ചയാകണമെന്ന് തോന്നുന്നു. കാര്യം ക്രിസ്തുവിനെ കാണാത്തവർക്ക് ഇനി ക്രിസ്തുവിനെ കാണാൻ ഒരു അവസരം കൂടിയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശോഭയേറും മുഖം. ഓ ഈശോ, തേടുകയില്ലെനി തിരയുകയില്ലെനി മറ്റൊരു സ്നേഹം ഞാൻ.
ക്രൂശിതനായി